അടുത്തിടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചെറുകഥയാണ് ലീല. ഏറെ വാർത്താ പ്രാധാന്യം നേടി പലവിധ അഭ്യൂഹങ്ങൾക്കും വിവാദങ്ങൾക്കും ശേഷം അത് ചലച്ചിത്ര രൂപത്തിലേക്ക് പാകപ്പെടുമ്പോൾ കാഴ്ചക്കാരനായി പരിണമിച്ച വായനക്കാരനിൽ സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന ചില ആകാംക്ഷകളുണ്ട്. ആ ആകാംക്ഷകൾ തന്നെയാണ് വലിയ താരബഹളങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ലീല കാണാൻ ജനം പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയത്. ഒരു കാര്യത്തിൽ ലീലയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിമാനിക്കാം. മലയാളത്തിൻ്റെ കച്ചവട സിനിമ ചട്ടക്കൂടുകളിലേക്ക് ഇന്നോളം ആരും ധൈര്യസമേതം എടുത്തുപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഥാവസ്തുവിനെ പാകപ്പെടുത്തി ഉപയോഗിച്ചതിൽ കുട്ടിയപ്പനായി ബിജു മേനോൻ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ബിജുവിൻ്റെ താരശരീരം കുട്ടിയപ്പൻ്റെ ഭ്രാന്തൻ ശരീരഘടനയുമായി ചേർന്നു പോകുന്നുണ്ട്. ലീലയായ പാർവതി നമ്പ്യാർക്ക് ഒരു ടിപ്പിക്കൽ കണ്ണീർ നായികയായി നിൽക്കേണ്ടതേയുള്ളൂ. വിജയരാഘവൻ, ജഗദീഷ്, ഇന്ദ്രൻസ് എന്നിവർ തങ്ങളുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി. രഞ്ജിത്ത് എന്ന സംവിധായകൻ മറ്റൊരാളുടെ തിരക്കഥയിൽ ആദ്യമായി സിനിമ ചെയ്യുമ്പോൾ അത് കൗതുകമുള്ള ഒരു രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നുമുണ്ട്. ചുരുക്കത്തിൽ കുട്ടിയപ്പൻ്റെയും ലീലയുടെയും ജീവിതം അതിൻ്റെ എല്ലാ ഭ്രാന്തുകളോടെയും കണ്ടിരിക്കുന്നവർക്ക് ലീല ഒരു അനുഭവം തന്നെയാണ്.